അപ്പോൾ ഇങ്ങനൊരു കൃഷി നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. കാരണം ഇങ്ങനെയാണെങ്കിൽ എന്നെ ഇല്ലാതാക്കുന്ന നല്ലത്. കാരണം വെട്ടി തുണ്ടം തുണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒരവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൃഷിയിലേക്ക് വരുന്നത്. എൻ്റെ കയ്യിൽ പൈസയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞാനൊരു കൃഷി ആരംഭിച്ചിട്ട് അത് ചെയ്യാൻ വിടില്ലെങ്കിൽ ഈ രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ആളുകൾക്ക് സ്വൈര്യമായി ഇവിടെ ജീവിക്കണം. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ചേതോവികാരം ഇതിന് പിന്നിൽ എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. കഴിഞ്ഞൊരു 4-5 ദിവസം മുമ്പ് പയ്യന്നൂരെ പഴയ MLA വെച്ചാൽ തോറ്റ MLA ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് വലിയ രീതിയിൽ അക്രമവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അതായത് നടത്തിയത്. കാരണം ഈ വി കുഞ്ഞീഷിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാം പിന്നിൽ ടി പുരുഷോത്തമനാണ്. അയാളാണ് വിശ്വഗുരു, അയാളാണ് അതിൻ്റെ മെഗാ ഡ്രൈവർ. അങ്ങനെ പല പ്രയോഗങ്ങളും ഉപയോഗിച്ചിട്ട് അയാൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു അക്രമത്തിൻ്റെ ആഹ്വാനമായിട്ട് ഞാൻ കാണുന്നത്. അത് എന്നെ മാത്രമല്ല പറഞ്ഞത്, ഏറ്റവും ആദ്യം CPMൻ്റെ ആളുകൾ, അതായത് ബി കുഞ്ഞീഷിന് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ കഴിഞ്ഞ ഒരു 34 വർഷക്കാലമായി ചെമ്മീൻ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. ആ 34 വർഷക്കാലത്തിനിടയിൽ ഒരുപാട് കൃഷി നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കതിൽ യൂണിവേഴ്സിറ്റിൻ്റെ അവാർഡ്, അതുപോലെ തന്നെ നാഷണൽ ഗവൺമെൻറ് അവാർഡ്, നാഷണൽ സർക്കാരിൻ്റെ അവാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കാര്യമായി സയൻറ്റിഫിക്കായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. ചെമ്മീൻ മത്സ്യകൃഷിക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ എൻ്റെ കണ്ടങ്ങാടിയിലെ ഫാം ഇന്നലെ രാത്രി കംപ്ലീറ്റ് കത്തി നശിപ്പിച്ചിരിക്കുക. കംപ്ലീറ്റ് പറഞ്ഞാൽ അതിനകത്തൊന്നും ബാക്കിയില്ല, എല്ലാ കാര്യങ്ങളും കത്തി തീർന്നിരിക്കുകയാണ്. രാവിലെ നമ്മൾ തീറ്റ ഇടാൻ വേണ്ടി പോകുമ്പോൾ അതിന് കുറേ ചാരം ഉണ്ടെന്നല്ലാതെ, അതായത് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാം ചാരമായി തീർന്നിരിക്കുന്നു. കാരണം അതിനകത്ത് തീറ്റയുണ്ട് കുറേ, അതിനകത്ത് ഡോളമൈറ്റും അഗ്രലൈമും ഉണ്ട്, അതുപോലത്തെ ഒരുപാട് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ കുറേ ഷട്ടറുകളുണ്ട്, ഒരുപാട് പലകകളുണ്ട്, അങ്ങനെ ഒരുപാട് പൈസേൻ്റെ സാധനങ്ങൾ അതിനകത്തുണ്ട്. ഈ എല്ലാ സാധനങ്ങളും കത്തി തീർന്നതിന് ശേഷമാണ് ഏതാണ്ട് നമ്മൾ പോകുമ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് തീർന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് വെള്ളമൊഴിച്ച് അത് തീയണക്കേണ്ട ഒരു വിഷയമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു സമയത്താണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ രാത്രിയാണ് തീ വെക്കുന്നത് നമുക്ക് മനസ്സിലായി. കാരണം വൈകുന്നേരം 6 മണിക്ക് തീറ്റ ഇട്ടിട്ട് എൻ്റെ അനുജൻ്റെ മകൻ അർജുൻ അവിടെ നിന്ന് തീറ്റയിട്ട് കുറച്ച് കഴിഞ്ഞും അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ആ കെട്ടിടത്തിനകത്ത് ഞങ്ങൾ പല ആളുകളും ഫാമിൽ താമസിക്കുമ്പോൾ ആ കെട്ടിടത്തിനകത്താണ് താമസിക്കുക. അതിനകത്തൊരു കട്ടിലുണ്ട്. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് അതിനകത്ത് ആരും താമസിച്ചില്ല. എല്ലാ ദിവസവും നമ്മൾ താമസിക്കലില്ല. അപ്പോൾ അവിടെ താമസിക്കാത്തതുകൊണ്ട് തന്നെ ഒരാളെ ഭയം അവിടെ ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ആരും മരണപ്പെട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ, അതിപ്പോൾ ഞാനാവാം, എൻ്റെ മക്കളാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം, മരണപ്പെടുന്നൊരവസ്ഥ വരുമായിരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ചേതോവികാരം ഇതിന് പിന്നിൽ എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. കഴിഞ്ഞൊരു 4-5 ദിവസം മുമ്പ് പയ്യന്നൂരെ പഴയ MLA വെച്ചാൽ തോറ്റ MLA ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് വലിയ രീതിയിൽ അക്രമവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അതായത് നടത്തിയത്. കാരണം ഈ വി കുഞ്ഞീഷിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാം പിന്നിൽ ടി പുരുഷോത്തമനാണ്. അയാളാണ് വിശ്വഗുരു, അയാളാണ് അതിൻ്റെ മെഗാ ഡ്രൈവർ. അങ്ങനെ പല പ്രയോഗങ്ങളും ഉപയോഗിച്ചിട്ട് അയാൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു അക്രമത്തിൻ്റെ ആഹ്വാനമായിട്ട് ഞാൻ കാണുന്നത്. അത് എന്നെ മാത്രമല്ല പറഞ്ഞത്, ഏറ്റവും ആദ്യം CPMൻ്റെ ആളുകൾ, അതായത് ബി കുഞ്ഞീഷിന് വേണ്ടി ശബ്ദിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം പ്രസിഡന്റിൻ്റെ വണ്ടി കത്തിക്കുന്നുണ്ട്. ആ വണ്ടി കത്തിച്ച അതിൻ്റെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പറയുന്നൊരു വിഷയവും പയ്യന്നൂർ ഉണ്ടാവില്ലായിരുന്നു. ഇന്നും അതിൻ്റെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 10-18ഓളം കേസുകൾ പയ്യന്നൂർ ഉണ്ടായിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. ആ 10-18ഓളം കേസുകളിൽ FIR ഇട്ടതിൽ ഒറ്റ കേസിൽ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എൻ്റെ വീടും കാറും കത്തിച്ചതാണ്. എൻ്റെ വീടും കാറും കത്തിച്ചത് തന്നെ എൻ്റെ വീട്ടിലെ ജനലുകളൊക്കെ വെട്ടിപ്പൊളിക്കുന്നത് വാളുകൊണ്ടാണ്.
പോലീസുകാർ റെക്കോർഡ് ചെയ്തോ എന്നെനിക്കറിയില്ല. കാരണം അതിനകത്ത് വാൾ ഉപയോഗിച്ചതിൻ്റെ അടയാളം അതിനകത്തുണ്ട്. അത് ശരിക്കും അന്ന് നമ്മളെല്ലാവരും പുറത്ത് ആ സമയത്ത് എത്തിയിരുന്നെങ്കിൽ ഈ വാൾ അവർ ഉപയോഗിക്കുന്നത് ഉറപ്പാണ്. പക്ഷെ എന്തോ ഈ വാളും എടുത്ത് വന്നവർക്ക് വലിയ ധൈര്യം ഉണ്ടായി എനിക്ക് തോന്നുന്നില്ല. അവർ ഞങ്ങൾ പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോഴേക്കും അവർ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ പയ്യന്നൂർ എന്തായാലും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ പറയുന്ന പഴയ MLA കൂട്ടരും വിടൂല എന്നാണ്. ഇത് CPMൻ്റെ ഒഫീഷ്യൽ ലീഡർഷിപ്പ് ആലോചിച്ച് ചെയ്യുന്ന കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അപ്പോൾ ഇയാൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പയ്യന്നൂരിൽ എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ മണ്ഡലം എല്ലാവർക്കും അറിയാം. പയ്യന്നൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് CPM തോക്കാത്ത ഒരു മണ്ഡലമാണ്. CPMൻ്റെ ഉരുക്ക് കോട്ടയാണ് പയ്യന്നൂർ. ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു മണ്ഡലമില്ല. ഇന്ത്യയിൽ CPM ഇങ്ങനൊരു മണ്ഡലമില്ല. ബംഗാളിൽ പോലും പണ്ടുണ്ടായില്ല. അങ്ങനത്തെ ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. 60% അബവ് വോട്ടിലെ ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. കാരണം കോൺഗ്രസും BJPയും CPMഉം ലീഗും എല്ലാ രാഷ്ട്രീയ CPM വെച്ചുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഭാഗത്ത് നിന്ന് മത്സരിച്ചാലും CPM ജയിക്കുന്നതാണ് പയ്യന്നൂർ മണ്ഡലം. അവിടെയാണ് കഴിഞ്ഞ തവണ 1,00,000 വോട്ടിന് മത്സരിച്ച് ജയിച്ച മധുസൂദനെ പരാജയപ്പെടുത്തിയിട്ട് V. കുഞ്ഞികൃഷ്ണൻ 7,500 വോട്ടിന് ഇവിടെ ജയിച്ചത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ആരെയും കണ്ടെത്താൻ അവർക്ക് പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ 75,000 ആളുകൾ V. കുഞ്ഞികൃഷ്ണൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ അവർ കണ്ടെത്തുന്നറിയില്ല. പക്ഷേ ചില ആളുകളെ പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അപ്പോൾ പ്രസന്നൻ പറഞ്ഞു, പ്രസന്നനെ ഞങ്ങൾ അവസാനിപ്പിക്കൂല, പ്രസന്നൻ്റെ പേരിൽ ഞങ്ങളുടെ ആക്ഷേപം അവസാനിപ്പിക്കൂല, ഞങ്ങളത് കൈകാര്യം ചെയ്യും, ഞങ്ങൾ മുന്നോട്ട് പോകുന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളെ പിടിക്കുക, ഏതെങ്കിലും രീതിയിൽ പിടിക്കുക. സാധാരണ ഒരു ഫാസിസ്റ്റ് രീതി എന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തുക, എന്നിട്ട് കീഴ്പ്പെടുന്നില്ലെങ്കിൽ അവരെ പിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുക, അതവരുടെ സ്വത്തുവകൾ നശിപ്പിക്കുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ അത് വെട്ടി തുണ്ടാക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഞാൻ പറയുന്നത് കഴിഞ്ഞ 2 വർഷമായി ഞാൻ കൃഷി ചെയ്യലില്ല. കാരണം കൃഷി ചെയ്യാത്തത് എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നീട് പേസ് മേക്കർ വെച്ച് അതിനും പുറമെ എനിക്ക് സ്ട്രോക്ക് വന്നു. അതുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വലിയ ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ചെമ്മീൻ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റൂ. എനിക്കത് ആവുന്നില്ല. അപ്പോൾ എൻ്റെ അനുജൻ്റെ മക്കളും എൻ്റെ മക്കളും ഒക്കെ സഹായിച്ചിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു കൃഷി നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. കാരണം ഇങ്ങനെയാണെങ്കിൽ എന്നെ ഇല്ലാതാക്കുന്ന നല്ലത്. കാരണം തുണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒരവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൃഷിയിലേക്ക് വരുന്നത്. എൻ്റെ കയ്യിൽ പൈസയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞാനൊരു കൃഷി ആരംഭിച്ചിട്ട് അത് ചെയ്യാൻ വിടില്ലെങ്കിൽ ഈ രാജ്യത്തെ സാധാരണ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ആളുകൾക്ക് സ്വൈര്യമായി ഇവിടെ ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. ഈ പറയുന്ന പഴയ MLA ഒക്കെ അവരുടെ കൂടെ നടക്കുന്ന ഗുണ്ടാ സെറ്റിനോ അവർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജൊന്നുമില്ല. അവരൊക്കെ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. അത് പഴയ MLA ആയാലും പുതിയ MLA ആയാലും പുരുഷോത്തമനായാലും ആരായാലും നിങ്ങൾ ഈ പത്രക്കാരായാലും എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എന്തോ വലിയ പ്രിവിലേജ് ഉണ്ടതിൻ്റെ മട്ടിൽ CPMനെതിരായി അല്ലെങ്കിൽ മധുസൂദനെതിരായി സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് അവരെ നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നശിപ്പിച്ച് കളയുക, വണ്ടി കത്തിച്ച് കളയുക. ഇപ്പോൾ അന്നൂരൊരു സംഭവം ഉണ്ടായില്ലേ, ഒരു ചുമരെഴുതി. അപ്പോൾ ചുമരെഴുതിയപ്പോൾ എന്താ CPM ചെയ്തത്? ചുമരുണ്ടെങ്കിലും ചുമരെഴുതും. അതുകൊണ്ട് ചുമരില്ലാതാക്കി, ചുമര് തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട നിലപാടാണ് ചെയ്യുന്നത്. ഈ പയ്യന്നൂരിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം ആകെ മലീമസമാക്കുന്ന നിലപാടാണ് CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് CPM ഒഫീഷ്യലായി ചെയ്യുന്നതിന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഇത് മധുസൂദൻ്റെ നേതൃത്വത്തിൽ ഒരു കാളികൂടി സംഘമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റൂല. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എല്ലാ കേസുകളെ സംബന്ധിച്ചും അന്വേഷിക്കണം. ഇതിലിപ്പോൾ 1-2 കേസുകൾ അന്വേഷിക്കണമെന്ന് മധുസൂദൻ ആളുകളും പറയുന്നുണ്ട്. 1-2 കേസല്ല, FIR ഇട്ട് എല്ലാ സംഭവങ്ങളും അന്വേഷിച്ച് അതിൽ കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കണം. ഇതാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇന്നിപ്പോൾ ഈ പരാതി അവിടെ CIക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞത് ഇതിനൊരു കൃത്യമായിട്ടൊരു മറുപടി കിട്ടാതെ കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകാൻ വേണ്ടി പറ്റില്ല, പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. സ്വാഭാവികമായും എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് മറുപടി കിട്ടിയാൽ മാത്രമേ ഞാനിവിടുന്ന് പോകും. അത് വേറെ ഓഫീസർമാർ, പോലീസ് ഓഫീസർമാർ ആരെങ്കിലും വന്ന് ഒരു കൃത്യമായിട്ട് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും, അല്ലെങ്കിൽ പിടിച്ചു മാത്രമേ ഞാൻ പോകും.